guys, welcome back to my channel Doodles by Kisana. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഞാൻ വ്ളോഗ്സ് കൂടുതലാണ് വിചാരിച്ചപ്പോൾ സ്റ്റഡി വ്ളോഗ്സ് ആണ് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ സ്റ്റഡി വ്ളോഗ്സ് എനിക്ക് ഉണ്ടെങ്കിലും എനിക്കൊരു വേറെ വർക്കും കൂടി ഉണ്ട്. ഞാനിവിടെ ചെയ്ത് വെച്ചേക്കുന്ന മാതിരി ഇതേമാതിരി പേപ്പർ ചെയ്തെടുക്കണം, 10 ചെയ്തെടുക്കണം. ഞാൻ 3 മാത്രം ചെയ്തല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഇങ്ങനെ ചെയ്തെടുക്കുന്ന വ്ളോഗിംഗ് ആയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇതൊന്നായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ പുതിയൊരു ടെസ്റ്റ് പേപ്പർ ഉണ്ടാക്കി. ഇത് ഡേറ്റ് എഴുതിയ സാധനമാണ്. ഇത് മെയിൻ വെച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് കാക്കാന് പ്രിൻസിപ്പൽ ഗിഫ്റ്റ് കൊടുത്തൊരു കലണ്ടറായിരുന്നു കഴിഞ്ഞ കൊല്ലം. അപ്പോൾ ഇത് 2024 ഇപ്പോൾ 25 കഴിഞ്ഞ് 26 അപ്പോൾ ഇതേമാതിരി 2 ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ബോട്ട് മാർക്ക് കൊണ്ട് എഴുതും. പിന്നെ ഈ സ്ക്വിഷ് ഞാൻ വാങ്ങിക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിക്കോട്ടെ വിചാരിച്ച് ഞാൻ കുറച്ച് കവാലി സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫണ്ടിലേക്ക് ഇങ്ങനെയാണ് എനിക്ക് കാര്യം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതും ഒരു ടെസ്റ്റ് പേപ്പറായിട്ട് ഇങ്ങോട്ടെ. അപ്പോൾ നമുക്ക് നേരെ ഉണ്ടാക്കാൻ പോകും. അപ്പോൾ ഇതിലേക്ക് ആവശ്യം നമുക്ക് പേപ്പറും ഗ്ലോവും മാത്രമാണ്. പ്ലസ് മാത്രമല്ല പ്ലസ് നമ്മുടെ പൗച്ചിൽ നിന്ന് ഒരു സ്കെയിലോ പെന്നോ പെൻസിലോ ഇരിക്കുന്ന പെൻസിലൊക്കെ എടുക്കുന്നത്. അതിന് വേണ്ടത് ബ്ലാക്ക് പെൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ കളർ 5 ഈ കളറും ബാക്കി 5 ഈ ഒരു കളറും കൂടി വെച്ചാൽ ഞാൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ഇത് കൊടുക്കണമെന്ന് നിർബന്ധമാണ്. ഇത് ഞാൻ ചെയ്യുന്നത് സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിട്ടുണ്ട്. ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ ഇവരുടെ അടുത്ത് തന്നെയാണ്. 22-ാം തീയതി 23-ാം തീയതി ആയിരുന്നു. അപ്പോൾ സ്റ്റാർ ഉണ്ടാക്കി നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആ ടൈം ആകുമ്പോഴേക്ക് വേറെ എന്തെങ്കിലും ക്രിസ്മസ് ട്രീ ഒക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആ ഒരു മൈൻഡിലാണ് ഇപ്പോഴേ ഞങ്ങൾ സ്റ്റാർ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണം. എല്ലാ കുട്ടികളും അങ്ങനെ കൊണ്ടുവരും. ഞങ്ങൾ 2 ഡിവിഷൻസാണ് ഉള്ളത്, 7A 70. അപ്പോൾ ആ 2 ക്ലാസ് ആക്കുന്നത് മിക്സ് ആയിട്ടാണ് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓർഡർ എടുക്കാം. ഇത് ചെയ്യുമ്പോൾ വേറെ കാര്യം സൂക്ഷിക്കണം. ഇത് ചെയ്യേണ്ട രീതി കറക്റ്റായിരിക്കും. പേപ്പറിൻ്റെ സൈസ് അനുസരിച്ചായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കെന്ന് പറയുന്നത് A4 ഷീറ്റ്. അത്രക്കും തന്നെ അത്രക്കും കട്ടിയില്ല, എന്നാലും കട്ടിയുണ്ട്. ആ ടൈപ്പ് പേപ്പറാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഈക്വൽ ആയിരിക്കണം. ഈ സൈഡ് എപ്പോഴും ഈക്വൽ ആയിരിക്കണം. കുറച്ച് നീറ്റാക്കി കാണിച്ചത് സ്റ്റഡി ടേബിളാണ്. എത്ര നീറ്റാക്കിയാലും നല്ലതാവുന്ന സ്ഥലം. അപ്പോൾ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ ലെവലായിരിക്കണം. ഈ ചെയ്യുന്നത് ലെവലായിരിക്കണം. ഇതിങ്ങനെ വെച്ച് ഇവിടെ വന്ന് ഇവിടെ അമർത്തി കൊടുക്കാം. അങ്ങനെ തന്നെ ഇവിടെ സൈഡിൽ വന്ന് ഇവിടെ ഒന്ന് അമർത്തി കൊടുക്കാം. ഇപ്പം അതാ നമ്മൾ അമർത്തി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഓക്കെയുണ്ട്. അപ്പോൾ ഇവിടെ അതാ സ്ട്രെയിറ്റ് ആയിരിക്കണം നന്നായിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് നമ്മൾ ശരിയാണോ എന്ന് നോക്കണം. ശരിയാണെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും ഇത് ചെയ്ത് നോക്കിക്കണ്ട. ഇതെന്തായാലും കറക്റ്റ് അളവിൽ തന്നെ ആയിരിക്കും ഉണ്ടാവേണ്ടത്. അപ്പോൾ അതാ ഇത് ചെയ്തിട്ടുണ്ട്. ഇനിയെന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ലൈൻ നമുക്ക് ഇവിടെ മനസ്സിലാവുമല്ലോ, അവിടെ വെച്ചിട്ട് ഈ പേപ്പർ ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇതും മാറിപ്പോകരുത്, സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കണം. ഓക്കെ, ഇനിയാണ് നമുക്ക് നമ്മുടെ പെന്നും സ്കെയിലും ആവശ്യം. അപ്പോൾ സ്കെയിലിൽ നമുക്ക് 1/2 സെൻറ്റിമീറ്റർ മതി. 1/2 സെൻറ്റിമീറ്റർ വെച്ച് നമുക്കൊരു വര ഒന്ന് വെച്ച് കൊടുക്കണം.
ഹാഫ് ആയാലും ഒന്നായാലും കുഴപ്പമില്ല. കുറച്ചുകൂടി നല്ലത് ഹാഫാണ്, അതുകൊണ്ടാണ് ഞാൻ ഹാഫ് എടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ അടുത്തുണ്ട്. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അടുത്തിങ്ങനെ കാണിച്ചില്ല, ഒരു ഫുട്പ്രിന്റ് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഇട്ടാണ് നമ്മൾ നമ്മുടെ ബ്ലൂ പേസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ലൈനിലേക്ക് കടക്കരുത് ബ്ലൂ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നത്, ഇവിടെ തന്നെ ഇരിക്കണം കറക്റ്റ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നടന്ന് ഓക്കെ, അതൊക്കെ കൂടുതലൊന്നും വേണ്ട അതിൽ. അപ്പോൾ ഞാൻ സ്കെയിൽ തന്നെയാണ് ഇവിടെ വെച്ച് കൊടുക്കണം. അപ്പോഴത്തേക്ക് സ്പ്രെഡ് ആവരുത്. അപ്പോഴത്തേക്ക് സ്പ്രെഡ് ആവുകയാണെങ്കിൽ പേപ്പർ ഒട്ടി പിടിക്കാൻ പാടില്ല ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ. പിന്നെ സ്റ്റാർ ഫുഡ് ഉണ്ടാക്കുന്നതാണ്, പക്ഷെ നമ്മുടെ സ്കൂൾസ് എന്താ ചെയ്യുന്നുണ്ട് ഒരു ക്ലാസ്സിൽ നിന്ന് വന്നിട്ടൊരു ഹോംവർക്ക് പ്ലസ് ഒരു ക്രിസ്മസ് സ്റ്റാറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയാം. സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടിങ് ക്വാണ്ടിറ്റിയാണിത്. അപ്പോൾ എനിക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് ഞാൻ സ്റ്റാർ പ്ലാൻ ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ വീഡിയോ ഇടാൻ മാത്രമായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാം. ഓക്കെ, ഇത് ഞാൻ ചെയ്യുന്ന അത്രയ്ക്ക് പെർഫെക്റ്റ് ആണെന്നില്ലല്ലോ, ഞാൻ അത്യാവശ്യത്തിന് പെർഫെക്റ്റ് ആയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരെണ്ണം പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് കൈ പറ്റിയൊരു പേപ്പർ ഓക്കെ ചക്കി ഒരു ന്യൂസ് പേപ്പർ ഇല്ല, അടുത്ത ഇനി അത്രയ്ക്ക് ടൈം കളയണ്ട. ഇത് ഇങ്ങനെ പൊക്കി ഈ സൈഡ് ഇങ്ങനെ പൊക്കി ഗ്യാപ്പ് തുറന്ന് നോക്കണം, ഗ്യാപ്പ് ഇങ്ങനെ വെക്കണം. ഇങ്ങനെയാണ് ചെയ്യേണ്ട. ഇങ്ങനെ ഗ്യാപ്പ് വെച്ചിട്ട് വേണം നമ്മൾ മാറ്റി വെക്കാനായിട്ടത്. അപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ്, ഇത് ഗ്യാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉണങ്ങാൻ വേണ്ടി മാറ്റി വെക്കണം. ഉണങ്ങിയത് കൊണ്ട് ഇതാ ഗ്യാപ്പിൻ്റെ കാണുന്നത്. അപ്പോൾ ഇനിയും വേറൊന്നും ചെയ്യാണ്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഈസി കാര്യമാണെങ്കിലും ചെയ്ത് നല്ല ക്ലിയർ തെറ്റാതെ ചെയ്തെടുക്കുമ്പോഴേക്കും കുറച്ച് ടഫാണ്. അപ്പോൾ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നൊരു ജേർണൽ എന്ന് പറയുന്നത് ഒരു ആർമി ജേർണലായിരിക്കും. സ്കൂളിൽ എനിക്ക് ആർമിയുടെ സ്റ്റിക്കേഴ്സ് തരും 10 രൂപ കൊടുത്തെങ്കിൽ. അപ്പോൾ നാളെ ഞാൻ എൻ്റെ മണി കൊണ്ടുപോയി കൊടുത്ത് ഒരു ഷീറ്റിന് ഒരു സ്റ്റിക്കറിന് 10 രൂപയാണ്. അപ്പോൾ ഞാൻ 30 റുപ്പീസ് കൊടുത്ത് 3 സ്റ്റിക്കേഴ്സ് വാങ്ങിക്കാനാണ് പ്ലാൻ. എന്നിട്ട് ഞാൻ ആർമി ജേർണൽ ചെയ്യും. ആരും ഇതിലേക്ക് ട്രൈ ചെയ്യാത്തൊരു ജേർണലിലേക്കാണത്. അപ്പോൾ ഞാനത് ആദ്യമായിട്ട് ട്രൈ കൊണ്ടുവരും. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അത് സെർച്ച് ചെയ്ത് നോക്കിയിരിക്കും. എല്ലാവരും ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ആർമി ജേർണൽ. ഓക്കെ, ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെങ്ങനെയാണ് ഈ പരസ്യമില്ല പേരിക്കാൻ അത് പറഞ്ഞൊന്നും ഞാൻ പച്ചപ്പെട്ടത്. ഇപ്പം എല്ലാം കറക്റ്റ് അളവിലായിരിക്കണം വേണ്ടത്. ഒരെണ്ണം 1 സെൻറ്റിമീറ്റർ, മറ്റൊരെണ്ണം 2 സെൻറ്റിമീറ്റർ, 1/2 സെൻറ്റിമീറ്റർ
അങ്ങനെ ആയിരിക്കരുത്, എല്ലാവരും 1/2 സെൻറ്റിമീറ്റർ എന്ന് വെച്ചായിരിക്കണം. മാറി കയറുന്നത്. അപ്പം ഞാൻ ചെയ്തതിൽ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഞാൻ കട്ടിയായിട്ട് ഗ്ലൂ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് അപ്പുറത്തേക്ക് സ്പ്രെഡ് ആവും. അതുകൊണ്ട് ഒട്ടും കട്ടി കൂടാതെ കറക്റ്റ് അളവിന് അനുസരിച്ച് വേണം ഒന്ന് നീറ്റായിട്ടും ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സ്പ്രെഡാക്കണം. സ്പ്രെഡാക്കാനായിട്ട് ഞാൻ ഈസി മെത്തേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുകളിൽ ഈ അളവിന് വെച്ച് തന്നെ ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ചതായിരുന്നു ഈ പേപ്പർ. ചെയ്ത് വരുമ്പോൾ പേപ്പർ താഴത്തേക്ക് ഇറങ്ങി പോകും. സോ കെയർഫുൾ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞു. ഇത് ഞാനത് സെറ്റാക്കിയെങ്കിൽ ഇതാണ് പെർഫെക്റ്റ് വന്നേക്കും തോന്നും. പക്ഷെ ഞാൻ കുറച്ച് ക്ലൂ മാറ്റി വെച്ചിട്ടുണ്ട്. ഭയങ്കര പെർഫെക്റ്റായി വരുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ പുറത്ത് ഉണങ്ങാനായി മാറ്റി വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു കളർ ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കളറിലാണ്. അപ്പോൾ ഇത് 5 എണ്ണം വേണം. 5 എണ്ണം തന്നെ ഉണ്ടത്. സോ ദിസ് ഈസ് എ ടാസ്ക്. എല്ലാം ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. നാളെ കൊണ്ട് കൊടുക്കണം. നാളെ അല്ലെങ്കിൽ തേഴ്സ്ഡേ. അപ്പോൾ ഇന്നാണെങ്കിൽ അവധിയില്ല. നാളെ ടൈം കിട്ടുന്നില്ലെന്ന് വെച്ചാൽ ഈ മദ്രസ ഉണ്ടാവും. മദ്രസ ഇന്ന് വീട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ തുടങ്ങി ഞാൻ കുറച്ചൊക്കെ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ടൈം ഈ ക്ലോക്കിലുള്ളത് ഞാൻ ഒരു ടൈം ഉദ്ദേശിക്കുന്നത് ഒരു 3:30 കഴിഞ്ഞാണ്. ഇപ്പോൾ 3:30 ആയി തോന്നിയിട്ട്. സോ പ്ലീസ് നമ്മളൊരു ടെക്സ്റ്റ് പേപ്പർ ഇതിലിട്ടിട്ട് പേപ്പർ നേരെ വെച്ചോളൂ. അവിടെ വീട്ടിലൊക്കെ വെച്ചോളൂ. എന്തായാലും ടൈം കഴിഞ്ഞാൽ വിചാരിച്ചില്ല. എന്താ പറഞ്ഞൊക്കെ പുറത്തേക്കൊക്കെയുണ്ട്. ഇതെങ്ങനെ പോകുന്നത്? ഓക്കെ, പറഞ്ഞ മാതിരി തന്നെ നിങ്ങൾ ചെയ്യുക. കറക്റ്റ് ആയിരിക്കണം അളവ്. അളവ് തെറ്റിപ്പോകരുത്. മര്യാദക്ക് കാണാൻ പറ്റില്ല. കുറച്ച് നീക്കാം. ഞാൻ കറക്റ്റ് നമ്മൾ കുറച്ച് ചെയ്യണം. അതിപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. ചെയ്യണം. അപ്പോൾ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല.
എന്താ മടക്കി എടുക്കുന്നത് പറ്റും. മടക്കി ആ ലൈനിന് നേരെ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. ഓക്കെ, അത് ലെവലാക്കിയിട്ടുണ്ട്. ഓക്കെ, അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഗ്ലൂ ആണ്. ഓക്കെ, ഞാനിത് ബ്ലെൻഡ് ആക്കാൻ നിൽക്കുന്നുണ്ടല്ലോ. ഇത് ചെയ്യേണ്ടത് നല്ല ടൈമും ക്ഷമയും ആണ് ചെയ്യേണ്ടത്. ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ സ്പീഡാക്കി. ഓക്കെ, അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത കളർ കൊടുക്കാം. മീൻസ് അടുത്ത കളറൊക്കെ ചേച്ചി. ചില പേപ്പറുകളുടെ കുഴപ്പം ചിലത് അളവ് നമുക്ക് കറക്റ്റായി തോന്നും, അളവ് തെറ്റായിരിക്കും. പിന്നെ വെറുതെ നമ്മൾ പേപ്പർ നോക്കുമ്പോൾ ഇതിനോട് പേപ്പർ നല്ല കറക്റ്റ് അളവായിരിക്കും. ബട്ട് അത് ചെയ്തിട്ടുമ്പോൾ അതിൻ്റെ അളവ് ഇത് രാവിലെ ഞാൻ പകുതി വീട്ടിലുണ്ടായുള്ള ടൈമിൽ ഞാൻ ചെയ്ത് തീർത്തതായിരുന്നു കുറച്ച്. പിന്നെ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് വോട്ട് ചെയ്യാൻ പോയത് വളരെ തുറന്നു ഞാൻ ഇരുപത്തെട്ടാണെന്ന് പറഞ്ഞു. സോ കയ്യിൽ പെന്നും സ്കെയിലും വെച്ചൊന്ന് നീറ്റിനൊരു നമ്മൾ കഴിക്കും. സോ നെക്സ്റ്റ് പേപ്പർ ഇനി അടുത്തൊരു വീഡിയോ കൂടി ഞാൻ എൻ്റെ വീട്ടിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഒരു ലാവൻഡർ ഫ്ലവർ ഉണ്ടാക്കുന്നത് എന്നാണ്. ഒരു ഷോർട്ട് ആക്കിയിട്ടാണ് വരുന്നത് കേട്ടോ. ഞാൻ കട്ടി കുറച്ച് ഞാൻ ആ വീഡിയോസ് കണ്ട് കുറച്ച് ഇൻസ്പയർ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് കട്ടിലിക്കോടെ നോട്ടിഫിക്കേഷൻ വന്ന് അപ്പോൾ നിങ്ങൾക്ക് കാണാം.
എന്ത് ടൈപ്പ് ക്രാഫ്റ്റാണ് വേണ്ടത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ കുറച്ചും കൂടി എനിക്ക് പേസ്റ്റ് ചെയ്ത് ഒരെണ്ണം കൂടി എനിക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് ഞാൻ ചെയ്യുന്നത് അത് അപ്പം എൻ്റെ ഫ്രണ്ടിലൂടെ വന്നിട്ടുണ്ട്. അത് അവിടെ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാണ്. എനിക്ക് ഒന്നും കൂടി ചെയ്യാനുള്ളൂ. അപ്പോൾ അത് എന്താ ചെയ്യാൻ പോലെ അപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട് വർക്കിൻ്റെ നമുക്കിത് ഹാഫ് കൊടുക്കണം. അപ്പോൾ അത് നമുക്കൊന്ന് ക്രിസ്മസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ എന്താ അങ്ങനെ ഗ്യാപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് ഏറ്റവും മുകളിലിട്ടേ ഉണങ്ങാണ്ടല്ലേ. അപ്പോൾ ഇതാ ഞാൻ വേറെ ഇപ്പോൾ ചെയ്യുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും കഴിഞ്ഞിട്ടുണ്ട്. പിടിച്ചു പോയി നോക്കാം. അപ്പോൾ കമ്പ്ലീറ്റ് ഇത് ശരിക്കും സ്റ്റാർ ഉണ്ടാക്കുന്നത് ഇങ്ങനെ വെച്ച് ടേപ്പ് കൊണ്ട് ഒട്ടിട്ട് പശ കൊണ്ട് ഒട്ടിച്ച് ഇങ്ങനെ ലെവലാക്കി കൊടുത്തിട്ട് ഇവർക്ക് വെറുതെ ഇങ്ങനെ വെക്കുന്നുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഞാനൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.